ഒരിക്കൽ ഒരു നരഭോജി കടുവ വയനാടൻ കാടുകളിലിറങ്ങി. ഈ കടുവയെ പിടിക്കാൻ വേണ്ടി കർണാടക ഗവൺമെൻറ് ഒരു വലിയ ഫോഴ്സിനെ നിയോഗിച്ചു. അങ്ങനെ ഈ ഫോഴ്സ് കടുവയെ പിടിക്കാൻ വേണ്ടി 2 ആഴ്ചക്കാലം കാട്ടിൽ കൂടി കംപ്ലീറ്റ് നടന്നിട്ടും കടുവനെ കിട്ടിയില്ല. ഇതറിഞ്ഞ് തമിഴ്നാട് ഗവൺമെൻറ് വീരപ്പനെ പിടിച്ച ടീമുണ്ട്. ആ ടീമിനെ ഈ കടുവേനെ പിടിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി. അവരും കാട്ടിൽ കൂടി ഒരു 22 ദിവസം നടന്നിട്ട് കടുവേനെ കിട്ടിയില്ല. കടുവേൻ്റെ കാൽപ്പാട് കണ്ടു, കടുവയുടെ കാഷ്ടം കണ്ടു, പക്ഷെ കടുവേനെ കിട്ടിയില്ല. അവസാനം ഇത് വയനാടൻ കാടുകളിലായതുകൊണ്ടും കേരളത്തിലായതുകൊണ്ടും പ്രഗത്ഭരായിട്ടുള്ള കേരള പോലീസിൻ്റെ ഉന്നത മേധാവികൾ ഈ കടുവേനെ പിടിക്കുന്ന കാര്യം ആലോചിച്ചു എന്ന് മാത്രമല്ല, പിടിക്കാനൊരു പ്രത്യേക ഫോഴ്സിനെയും കൂടി നിയോഗിച്ചു. അങ്ങനെ കേരള ഫോഴ്സ് പോലീസ് കടുവേനെ പിടിക്കാൻ വേണ്ടി വയനാടൻ കാടുകളിലേക്ക് കയറി. ദിവസം 1, 2, 3, 4 അങ്ങനെ 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, 25 ദിവസം കഴിഞ്ഞു. ഒരു വിവരവുമില്ല. പോയ ആളുകളെ കുറിച്ചില്ല. കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. കടുവേനെയും കാണാനില്ല, പോയ ആളുകളെയും കാണാനില്ല. അങ്ങനെ കേരള പോലീസ് മറ്റൊരു കാര്യം തീരുമാനിച്ചു. എങ്കിൽ നമുക്ക് ഇവരെ അന്വേഷിക്കാൻ വേണ്ടി ഈ പോയ ആളുകളെ കണ്ടുപിടിക്കണമല്ലോ, അതിനുവേണ്ടി നമുക്ക് മറ്റൊരു ഫോഴ്സിനെ വിടാം. അവരെക്കാളും പ്രഗത്ഭരായിട്ടുള്ള റാപ്പിഡ് ഫോഴ്സിനെ കേരള പോലീസ് അങ്ങനെ കാട്ടിലേക്ക് വിടുകയാണ്, കടുവേനെ പിടിക്കാനും ഈ പോയ ആളുകളെ കണ്ടെത്താനും വേണ്ടി. അങ്ങനെ റാപ്പിഡ് ഫോഴ്സ് ഇങ്ങനെ ചെന്നിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നടന്ന് ഉൾക്കാട്ടിലെത്തിക്കഴിഞ്ഞപ്പം ചില അടയാളങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അടയാളം കണ്ടങ്ങനെ പോയി അങ്ങനെ നോക്കി അങ്ങനെ ചെല്ലുമുണ്ട് ഒരു കരടിനെ പിടിച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ചിട്ട്, പറയടാ നീയല്ല കടുവ, പറയടാ നീയല്ല കടുവ എന്ന് പറഞ്ഞിട്ട് കരടിനെ പിടിച്ച് കഴുത്തിന് പിടിച്ചിട്ട് കുനിച്ചു നിർത്തി കൂമ്പിന് കൂത്തി ചോദിക്കാൻ, പറടാ നീയല്ല കടുവ, നീയല്ല കടുവ, നീയല്ല കടുവ. എങ്ങനെയുണ്ട്? പിന്നീട് റിട്ടയേർഡ് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാര്യം സംഭവിച്ചു. ആ കരടിക്ക് മലയാളം അറിയാത്തത് കൊണ്ടാണ് എനിക്ക് അത്ര ഇടിയിടിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവൻ പറഞ്ഞതിനായിരുന്നു, ഞാൻ കടുവയല്ല സാർ, ഞാനൊരു പാവം കരടിയാണ്.